നിങ്ങളുടെ വീട്ടിൽ ക്ലോസറ്റിൽ ഫ്ലഷ് ടാങ്ക് നിങ്ങൾക്ക് തന്നെ യാതൊരു പൈസ ചിലവുമില്ലാതെ വെറും 10 രൂപയ്ക്കുള്ള ഒരു വാഷ് മേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ശരിയാക്കാവുന്നതാണ്. ഒരു പ്ലംബറെ ഒന്നും വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതേപോലെ ആദ്യം നിങ്ങൾ ബാഗ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ടുള്ള വെള്ളം കളയണം. ഫ്ലഷ് അടിച്ചിട്ട് ആദ്യത്തെ വെള്ളം കളയണം. എന്നാലേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തു, വാൽവ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ ഭാഗത്താണ് ഇതിൻ്റെ മുകളിലുള്ള ഒരു വാഷ് വരുന്നത്. ഈ വാഷ് പ്ലംബർ വന്നാൽ പ്ലംബറിന് പൈസ കൊടുക്കേണ്ടി വരും. പ്ലംബർ ശരിയാക്കി തരും. നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വാൽവ് ക്ലോസ് ചെയ്ത് വെള്ളം കംപ്ലീറ്റ് പറ്റി. ഇനി നിങ്ങൾ ഇത് ഊരിയെടുക്കണം. ഈ വാഷ് ഊരിയെടുക്കുന്ന സ്ഥലത്ത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കണം. ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണം ഇത് കറക്കാൻ. ഈ സാധനം ഈ നോക്ക് കണ്ടല്ലോ, ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കണം. കറക്കുമ്പോൾ അത് ഊരി വരും. ഇതിനകത്തൊരു പിന്നുണ്ട്, അത് കളയാതെ നോക്കിക്കോളൂ. ഇതാ ഈ പിന്ന്, അത് കളയാതെ. ഈ പിന്ന് ഇതിനകത്ത് ഇങ്ങനെ ഇതിനകത്തൊരു വാഷുണ്ട്. ഈ വാഷ് പൊട്ടിക്കഴിഞ്ഞാൽ ലീക്ക് വരും. ഈ വാഷ് നിങ്ങൾക്ക് 10 രൂപ കൊടുത്ത് പ്ലംബിംഗ് ഷോപ്പിൽ നിന്ന് മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ വാഷ് ഇങ്ങനെ ഈ ഭാഗത്ത് ടച്ചാവും, ഇങ്ങനെ ടച്ചാവും. ഈ വാൽവിങ്ങനെ ഈ വെള്ളം നിറയുമ്പോഴത്തേക്ക് ഈ വാൽവ് കൊണ്ടാട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുമ്പോഴത്തേക്ക് ഈ ഇവിടെ പ്രസ് ചെയ്യും. ഈ വാഷിൽ ഇങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിവിടെയാണ് പ്രസ്സാവുന്നത്. പിന്നെ വെള്ളം വരുന്ന ഭാഗം അവിടെ പ്രസ്സാകുമ്പോൾ വെള്ളം നിൽക്കും. അപ്പോൾ ഇത് പൊട്ടിപ്പോവും. ഈ വാഷ് കൂടെ ഒരുപാട് ഉപയോഗിക്കാൻ പൊട്ടൽ വരും. പൊട്ടൽ വരുമ്പോൾ ഇത് നിങ്ങൾ കടയിൽ നിന്ന് 10 രൂപ കൊടുത്ത് മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടിത് നല്ല ഇതിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കണം. ഈ ഹോളിനകത്തോട്ട് ഇങ്ങനെ വയ്ക്കണം. വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അല്പം പ്രൊജക്റ്റ് ചെയ്തിരിപ്പുണ്ട്. ഈ പ്രൊജക്ഷൻ ഇതിലൊരു വെട്ടുണ്ട്. ആ വെട്ടിൽ വലത്തക്കത്തിൽ അങ്ങോട്ട് കയറ്റണം. ഈ പിന്ന് കളയരുത്. ഈ പിന്ന് ഇതിനകത്ത് തന്നെ ഇടണം. ഇതേപോലെ ഈ പിന്നെ ഞാൻ ഇടുന്നുണ്ട്. ഈ നോബിനകത്ത് ഇടുന്നു. ഈ ഹോളിലിട്ട് ഇട്ടിട്ട് ഈ ഭാഗം വിട്ട് ഇങ്ങനെ കയറ്റണം. കയറ്റിയിട്ട് ഇത് ക്ലോക്ക് വൈസ് കറങ്ങണം. ക്ലോക്ക് വൈസിൽ വേണം കറക്കി ടൈറ്റ് ചെയ്യാൻ. ക്ലോക്ക് വൈസിൽ കറക്കി ടൈറ്റ് ചെയ്തു. ഇനി ഇത് ഈ വെള്ളം നിറയുമ്പോൾ ഈ ബോൾ കൊണ്ട് പൊങ്ങുമ്പോൾ ഈ വാൽവ് ഇവിടെ അടയും. ഈ റബ്ബറിൽ പുഷ് ചെയ്യുമ്പോൾ അത് താനെ അടയും. നിങ്ങൾ പുതിയ ഫ്ലാഷ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല. പിന്നെ വെള്ളത്തിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പിറകെ നോബുണ്ട്. അതിന് സ്ക്രൂ ഡ്രൈവറുണ്ട്. കൂടുതൽ വെള്ളം വേണോ കുറച്ച് വെള്ളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം. അതായത് ക്ലോക്ക് വൈസ് ആകുമ്പോൾ ടൈറ്റ് ആകും, ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ലൂസ് ആകും. അല്പം ലൂസായി. ഇനി ആ ടാപ്പ് തുറക്കണം.
എല്ലാം വീഴുന്നുണ്ട്. വെള്ളം ഈ ബോൾ പൊങ്ങുന്നതനുസരിച്ച് വെള്ളം വാൽവ് റബ്ബർ വാഷറിലോട്ട് പ്രസ്സാവും. പ്രസ്സായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം വരത്തില്ല. ഇനി ഇതിൻ്റെ അടിയിൽ വേറൊരു വാഷറുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ വേറൊരു വാഷറുണ്ട്, അതും ലീക്ക് ചെയ്ത വെള്ളം വെളിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അത് നമ്മളിതെല്ലാം ഊരേണ്ടി വരും. ഇത് കംപ്ലീറ്റ് ഊരിയാലേ അടിയിലത്തെ വാഷർ മാറ്റാൻ പറ്റും. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ടാങ്കിലുള്ള വെള്ളത്തിന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ലൂസാക്കുകയും ചെയ്താൽ മതി. എവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഉണ്ട്. ഈ സ്ക്രൂ ക്ലോക്ക് വൈസ് കറക്കിയാൽ ടൈറ്റാവും, ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കിയാൽ ലൂസാവും. അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ശരിയായിരുന്നു. കണ്ടു, ഇത് മുകളിലോട്ട് വെള്ളം ഇപ്പം ഫുള്ളായി കഴിഞ്ഞു. ഈ ബോൾ വെള്ളം നിറയുമ്പോഴത്തേക്ക് ബോൾ പൊങ്ങും. ഇപ്പോൾ ഒരു തുള്ളി പോലും വീഴുന്നില്ല, ബോൾ പൊങ്ങി. ലാസ്റ്റ് ഡ്രോപ്സ് ആയി. വെള്ളം ആവശ്യാനുസരണം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് ലൂസാക്കി വെള്ളം ആവശ്യാനുസരണം വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ താഴെ ഒരു വാഷറുണ്ട്, അത് അടിഭാഗം ലീക്ക് ചെയ്യണമെങ്കിൽ ആ വാഷർ മാറ്റേണ്ടി വരും. അതിനും 15-20 രൂപ വരെ വരത്തുള്ള വാഷർ. നമ്മൾ പ്ലംബറെ പിടിക്കുകയാണെങ്കിൽ ഇന്നത്തെ കൂലി അനുസരിച്ച് 800 രൂപ കൊടുക്കാതെ ഒരു പ്ലംബർ ജോലി ചെയ്യും. വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.